അത് 10 tenets ഓഫ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. TENETS 10 tenets 10 tenets ആണ് ലിബറൽ ഹ്യൂമനിസത്തിനുള്ളത്. അപ്പോൾ അത് SAക്കൊക്കെ ചോദിക്കാം. അപ്പം ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ലിറ്റററി ടെക്സ്റ്റ്, അതുപോലെ ഓതർ എഴുതിയ വ്യക്തി, പിന്നെ ലാംഗ്വേജ്, ഇതിനെയൊക്കെ മോൾഡ് ചെയ്യുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ലിബറൽ ഹ്യൂമനിസത്തിൽ പറയുന്നത്. അപ്പോൾ അതിന് 10 ടെനറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ്. ഈ 10 പോയിന്റും 10 പോയിന്റും പഠിച്ചാൽ പിന്നെ ഗ്രാജുവലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും, മനസ്സിലാക്കിയിരുന്ന. അപ്പോൾ അതപ്പോൾ SAക്കൊക്കെ ചോദിച്ചാൽ എളുപ്പമായിരിക്കും. ഈ 10 പോയിന്റ്സ് പഠിച്ചാൽ മതി, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ മനസ്സിലാക്കി വെച്ചാൽ പറയാൻ പറ്റും. അപ്പം ഫസ്റ്റ് വൺ, ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഒരു നല്ല ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, എന്ന് പറഞ്ഞാൽ എക്കാലത്തും നിലനിൽക്കുന്നതാണ്. അതാണ് ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ്. ഇവിടെ ഗുഡ് ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെയാണ്. അപ്പം ലിബറൽ ഹ്യൂമനിസ്റ്റ് പറയുന്നതെന്ന് പറയുന്നത്, ഒരു നല്ല ലിറ്റററി വർക്ക്, ഇപ്പം നോവലാവട്ടെ എന്താവട്ടെ ഡ്രാമയോ എന്തോ ആയാലും, അത് ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം എഴുതപ്പെടുന്നതല്ല. ഒരു നല്ല ലിറ്റററി വർക്ക് ആണെങ്കിൽ അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതായിരിക്കണം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയുന്നത്, ബെൻ ജോൺസൺ ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞൊരു വരിയുണ്ട്. ഷേക്സ്പിയർ ഇസ് നോട്ട് ഫോർ ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ഏജസ്. ഒരു പർട്ടിക്കുലർ, ഇപ്പൊ എലിസബത്തൻ കാലഘട്ടത്തിലൊക്കെയാണ് ഷേക്സ്പിയർ ജീവിച്ചിരുന്നത്. അപ്പം അന്നാണ് ജീവിച്ചിരുന്നതെങ്കിലും പോലും ആ ഒരു കാലഘട്ടത്തിലെ മാത്രം റൈറ്റർ അല്ല ഷേക്സ്പിയർ. ഇന്നും നമ്മൾ ഷേക്സ്പിയറിനെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 21st സെഞ്ചുറിയിൽ നമ്മൾ ഷേക്സ്പിയറിനെ പഠിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഗുഡ് റൈറ്റർ ആയിരുന്നു. അപ്പോൾ ഒരു ഗുഡ് റൈറ്ററിന്റെ ഗുഡ് വർക്ക് ആയിരിക്കും ഗുഡ് ലിറ്ററേച്ചർ. അപ്പം ഒരു ഗുഡ് ലിറ്ററേച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ, അത് എഴുതപ്പെട്ട ഏജിൽ, ഇപ്പം ഷേക്സ്പിയറിന്റെ കാലഘട്ടം അല്ലെങ്കിൽ എലിസബത്തൻ ഏജിൽ എഴുതിയതാവട്ടെ, അല്ലെങ്കിൽ വിക്ടോറിയൻ ഏജിൽ എഴുതിയതാവട്ടെ, ഏത് കാലഘട്ടത്തിൽ എഴുതിയതാണെങ്കിലും ഇതൊരു നല്ല ലിറ്റററി വർക്ക് ആണെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ ഏജിൽ മാത്രമല്ല, എല്ലാ ഏജിലും എന്താണ്, എല്ലാവർക്കും വായിക്കാനും നിലനിൽക്കുന്നതും, എല്ലാവർക്കും ഒരേപോലെ എല്ലാ ഏജിലുള്ളവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു വർക്കിനെയാണ് ഗുഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ്. അതിന്റെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ വേർഡ്സ് വർത്തിന്റെ ഒരു കവിത നമ്മൾ എടുക്കുകയാണ്, സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന കവിത. SOLITARYREAPER. എഴുതണം നിർബന്ധമില്ല, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പം ആ കവിതയുടെ തീം എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് റിലയൻസ്, ഫ്രീഡം, അതൊക്കെയാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക, പിന്നെ ഫ്രീഡം, അതൊക്കെയാണ് അതിന്റെ തീം. ഇപ്പം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എടുത്താൽ, ഹാംലെറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലേ എടുക്കുവാണെങ്കിൽ അതിനകത്ത് മെയിൻ ഒരു തീം എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. എല്ലാം നാളേക്ക് നീക്കി വെക്കുന്ന സ്വഭാവം, അലസത, എല്ലാം പിന്നത്തേക്ക് നീക്കി വെക്കുന്ന. അപ്പൊ ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ആയിരുന്നു ഹാംലെറ്റിന്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ട്രാജഡി ഉണ്ടാവാൻ കാരണമായത് ആ ഒരു ട്രെയിറ്റ് ആണ്. അപ്പം അത് ആ പ്ലേ എഴുതിയ കാലഘട്ടത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്നും നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിലൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തീമാണത്, പ്രോക്രാസ്റ്റിനേഷൻ. അപ്പം ഇന്നും ആ ഒരു വർക്കിന്റെ സിഗ്നിഫിക്കൻസ് അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ്, ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പം, എ ലിറ്റററി ടെക്സ്റ്റ് ഹാസ് മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ, അല്ലെങ്കിൽ ലിറ്റററി ടെക്സ്റ്റ് ഹാസ് ഇറ്റ്സ് മീനിങ് വിതിൻ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ എന്ന് പറഞ്ഞാൽ, ഒരു ലിറ്റററി ടെക്സ്റ്റ്, ഒരു നോവലാവട്ടെ എന്താവട്ടെ, ലിറ്റററി ടെക്സ്റ്റിന് അതിൻ്റെതായ മീനിങ് ഉണ്ട്. അപ്പം അതിൻ്റെ ഓതർ എന്താണോ എഴുതിയേക്കുന്നത് ആ മീനിങ് വേണം നമ്മൾ എടുക്കാൻ. അല്ലാതെ ഇപ്പം നമ്മളെയൊക്കെ പലപ്പോഴും കവിതയും കഥയൊക്കെ പഠിപ്പിക്കുമ്പം നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയത്തില്ലേ, ഇന്നർ മീനിങ് ഉണ്ട്, ഈ സർഫസ് ലെവൽ മീനിങ് അല്ലാതെ വേറൊരു മീനിങ് പോയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ ഈ ലിബറൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നത് ഇവർ അതിനെതിരാണ്. എന്താണോ ഒരു ടെക്സ്റ്റിൽ എഴുതിയത്, ഒരു പോയറ്റ് ആവട്ടെ ഒരു നോവലിസ്റ്റ് ആവട്ടെ, അയാളുടെ വർക്കിൽ അയാൾ എന്താണോ എഴുതിയേക്കുന്നത് അതാണ് ആ ടെക്സ്റ്റിന്റെ മീനിങ്. അല്ലാതെ നമ്മൾ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയത്, അല്ലെങ്കിൽ എന്താ ഓതറിന്റെ മനസ്സിന്റെ ഏതൊരു പർട്ടിക്കുലർ സ്റ്റേജിലാണോ അയാൾ എഴുതിയത്, അയാളുടെ ലൈഫിൽ ഏതെങ്കിലും സ്റ്റേജിലാണോ എഴുതിയത്, അങ്ങനെ അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണോ ആ ടെക്സ്റ്റിൽ എഴുതിയത് അതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റിന് സ്വന്തമായി ഒരു മീനിങ് ഉണ്ട്. അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊരു മീനിങ് അതിന് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം പറയത്തില്ലേ ചില കവിത, ഒരു പോയറ്റിന്റെ, ഇപ്പൊ ഒരു എന്താ
ഇപ്പം പല എലിജീസ് ഒക്കെ നമ്മൾ പറയും, ആരുടെയെങ്കിലും ഇപ്പൊ അവരുടെ ഒരു ഫ്രണ്ടോ ആരെങ്കിലും മരിച്ചപ്പോൾ എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവറിന് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു വർക്കിന്റെ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, അത് അതിൽ ആ വർക്കിൽ എഴുതിയത് എന്താണോ അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് എ ലിറ്റററി ടെക്സ്റ്റ് ഹാസ് മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ. അതുകൊണ്ട് തന്നെ അതാണ് ക്ലോസ് വേർബൽ അനാലിസിസ് ഓഫ് ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാം. ക്ലോസ്ഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ ഉള്ളത് എന്താണോ അത് മാത്രം വായിച്ച് ആ മീനിങ് ആണ് ഡെറൈവ് ചെയ്യേണ്ടത്, അല്ലാതെ എക്സ്ട്രാ നമ്മൾ ഒരു മീനിങ് അതിലേക്ക് കൊടുക്കണ്ട. അതാണ് സെക്കൻഡ് പോയിന്റ്, ലിറ്റററി ടെക്സ്റ്റ് ഹാസ് മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിറ്റററി ടെക്സ്റ്റ് മസ്റ്റ് ബി ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്സ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ. ഈ രണ്ടാമത്തെ പോയിന്റ് തന്നെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇതെല്ലാം കണക്ട് ചെയ്ത് ഓർത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ ലിറ്റററി ടെക്സ്റ്റിന് സ്വന്തമായിട്ട് മീനിങ് ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ റീസൺ എന്താണ്? കോണ്ടെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്ന കോണ്ടെക്സ്റ്റിനെ കുറിച്ചാണ്. കോണ്ടെക്സ്റ്റിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കണം ഒരു ലിറ്റററി ടെക്സ്റ്റ്, എന്നിട്ട് അതിനെ ഐസൊലേഷനിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേണം പഠിക്കാൻ. അപ്പം കോണ്ടെക്സ്റ്റ് മാറ്റി നിർത്തിയിട്ട്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ ടെക്സ്റ്റ് എഴുതിയത് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ആ ടെക്സ്റ്റിനെ മാത്രം പഠിക്കണം. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എഴുതിയ സാഹചര്യം. അപ്പം 3 കോണ്ടെക്സ്റ്റ് ആണ് മെയിൻലി പറയുന്നത്. ഇപ്പം ലിറ്റററി ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കാണും, പിന്നെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്, ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. ലിറ്റററി ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക് ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, ലിറ്റററി പീരീഡിലാണ് എഴുതിയത്, ഇപ്പോൾ വിക്ടോറിയൻ ഏജ്, എലിസബത്തൻ ഏജ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, അപ്പോൾ ആ കാലഘട്ടത്തിന്റെ ഇൻഫ്ലുവൻസ് അതിലുണ്ടോ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മറ്റ് റൈറ്റേഴ്സിന്റെ വർക്കുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക, അതൊക്കെയാണ് ലിറ്റററി ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി സോഷ്യോ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പം ഈ ലിറ്റററി വർക്ക് എഴുതിയ സമയത്ത് കൾച്ചർ, ട്രഡീഷൻ, ആ ഒരു വർക്ക് എഴുതപ്പെട്ട റീജിയൻ, അതിനെക്കുറിച്ച്, അവരുടെ ജോഗ്രഫിക്കൽ റീജിയൻ, അതിനെയൊക്കെ കുറിച്ചാണ്. അതാണ് സോഷ്യോ പൊളിറ്റിക്കൽ. ഇനി ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പം എഴുതിയ റൈറ്റർ അല്ലെങ്കിൽ ഓതറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് എങ്ങനെങ്കിലും ഈ വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, അതാണ് ഓട്ടോബയോഗ്രഫിക്കൽ. അപ്പം ഇതിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് മസ്റ്റ് ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. ഈ 3 കോണ്ടെക്സ്റ്റുകളിൽ നിന്നും ടെക്സ്റ്റിനെ അകറ്റി നിർത്തിയിട്ട്, ഡിറ്റാച്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വലി വേണം പഠിക്കാൻ. ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ. അതായത് ഒരു ടെക്സ്റ്റിന്റെ ഇപ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ ആയാലും ലിറ്റററി ഹിസ്റ്റോറിക്കൽ ആയാലും ഓട്ടോബയോഗ്രഫിക്കൽ ആയാലും ഈ കോണ്ടെക്സ്റ്റ് എല്ലാം മാറ്റി നിർത്തിയിട്ട് ആ ടെക്സ്റ്റിൽ എന്താണോ, ഇപ്പോൾ ഒരു കവിതയാണെങ്കിൽ ആ കവിതയിൽ എന്താണോ കവി പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഒരു നോവലാണെങ്കിൽ അതിൽ എന്താണോ ആ റൈറ്റർ പറഞ്ഞേക്കുന്നത്, അത് മാത്രമേ നമ്മൾ മീൻസ് ആ മീനിങ് മാത്രമേ എടുക്കാവൂ. അല്ലാതെ അത് ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, ഏത് ലിറ്റററി പീരീഡിലാണ് എഴുതിയത്, ആ കാലഘട്ടത്തിലെ ബാക്കി റൈറ്റേഴ്സ് എന്തൊക്കെയാണ് എഴുതിയത്, അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ എഴുതിയ ആളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണോ എഴുതിയത്, ഇങ്ങനെയുള്ള കഥ, അതിന് പിന്നിലേക്കുള്ള കഥകൾക്ക് ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല, ഹിസ്റ്ററിയിലേക്ക് പോകേണ്ട കാര്യമില്ല, ആ കോണ്ടെക്സ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അപ്പൊ ഇതാണ് ആദ്യത്തെ 3 പോയിന്റ്. മൊത്തം 10 പോയിന്റ് ഉണ്ട്. അപ്പം 10 tenets of liberal humanism. First one, good literature is of timeless significance. Second one, a literary text has meaning of its own. Third one, a literary text should be detached from the context and should be studied in isolation.